സുബ്ഹാനല്ലാഹ്, അന്ധവിശ്വാസങ്ങളിലൊന്നും പെട്ടുപോകണ്ട സുഹൃത്തുക്കളെ. നാം കണക്ക് നോക്കുന്ന ജ്യോത്സ്യന്മാരെ സമീപിക്കണ്ട, അതുപോലെയുള്ള മനുഷ്യന്മാരെയും സമീപിക്കണ്ട. നമ്മൾ അല്ലാഹുവിൽ തവക്കുലാക്കണം. നന്മക്ക് നിമിത്തങ്ങൾ പലതുമുണ്ട്. നിങ്ങളെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾ അൽ-ബഖറ ഓതിക്കോ. ലാ യസ്തതിഉ അൽ-ബഖല. ഒരു ബാത്തിലുകാരനും അൽ-ബഖറയോട് നടക്കൂല. അൽ-ബഖറ ഓതിയാൽ ഏത് സിഹറും ബാത്തിലാകും. അങ്ങനെ ചില കാര്യങ്ങൾ അല്ലാഹു വെച്ചതുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ, ദിക്റ്, സലാത്ത്, അല്ലാഹുവിന്റെ അസ്മാഉകൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വലിയ ഫലങ്ങളുണ്ട്. അത് നീ നിഷേധിക്കാനും പോകണ്ട. അതേ സമയത്ത് ജ്യോത്സ്യന്മാരെ സമീപിക്കണ്ട. അതുപോലെ തന്നെ തട്ടസാധനം എവിടെയെന്ന് പറയാൻ ആളെ കിട്ടുമെന്ന് ചിന്തിക്കണ്ട. സുബ്ഹാനല്ലാഹ്, എന്തും പോയി ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അതുപോലെ മറുപടി പറയുന്നവരുമുണ്ട്. സുബ്ഹാനല്ലാഹ്, ചിലപ്പോ അവരെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങ് കട്ടുപോകും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പറയട്ടെ, മന്നതാ അറാഫൻ, വല്ലവനും ജ്യോത്സ്യനെ സമീപിച്ചാൽ, എന്നിട്ടോ അവൻ പറയുന്നത് വിശ്വസിച്ചാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ ഖുർആൻ കൊണ്ട് കാഫിറായി എന്നാണ് ഹദീസ്. പാടില്ല. ഇതുപോലെ എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ചർച്ചുകളിലേക്ക് നേർച്ച ചെയ്യുന്ന ചിലരുണ്ട്. അതുപോലെ ദേവാലയങ്ങളിൽ പോകുന്ന ചില സ്ത്രീകളുണ്ട്. ഇന്ന് ഞാൻ വയലിന് വേണ്ടി കുറ്റ്യാടിയിൽ നിറങ്ങുമ്പോ ഒരു സ്ത്രീ എന്നോട് വിളിച്ചു ചോദിക്കാണ്, ഉസ്താദേ ഒരു സംശയം ചോദിക്കട്ടെ. പെട്ടെന്നുള്ളതാണെങ്കിൽ മറുപടി പറയാം, ഇതിലേക്ക് ഞാൻ അറ്റൻഡ് ചെയ്തു. ഉടനെ തന്നെ ചോദ്യം, പൂരത്തിന് പോകാൻ പാടുണ്ടോ എന്നാണ്. ഇന്ന് ചോദിച്ച ചോദ്യമാ, പറഞ്ഞത് കളവല്ല. ഇന്നാലില്ല. ഉമ്മമാരെ, മുസ്ലിം പള്ളികളിൽ തന്നെ നിസ്കാരത്തിന് നിങ്ങൾ പോകരുതെന്നല്ലേ നിങ്ങളോട് പണ്ഡിതന്മാര് പറഞ്ഞത്? അത് പണ്ഡിതന്മാരെ വകയിൽ പറഞ്ഞതാണോ? അല്ല. നിങ്ങൾക്ക് ഏറ്റവും വലിയ കാരുണ്യം ചെയ്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മു ഹുമൈദിന് സായിദ് റളിയല്ലാഹു അൻഹ വന്നിട്ട് പള്ളിയിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചപ്പോ സമ്മതം കൊടുത്തില്ല എന്നല്ലേ ഹദീസിലുള്ളത്? വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എങ്കിൽ പിന്നെ നിങ്ങൾ പൂരത്തിന് പോകുന്നതെങ്ങനെ? ദേവാലയത്തിൽ പോകുന്നതെങ്ങനെ? ചർച്ചിൽ പോകുന്നതെങ്ങനെ? സുബ്ഹാനല്ലാഹ്, കാസർഗോഡ് ഞാനൊരു വയലിന് പോയി. അപ്പോഴാണ് എനിക്കൊരാളൊരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കുന്നു. എന്താണ്? ഒരു ദേവാലയത്തിൽ മുസ്ലിം പെണ്ണുങ്ങൾ പർദ്ദയും ധരിച്ചു പോകുന്നു. ഏതാ ദേവാലയം? അവിടെ ആലി ശൈത്താൻ എന്നൊരു ശൈത്താനുണ്ട്. ആലി ശൈത്താൻ, ശൈത്താന്റെ പേര് ആലി. ആലി ശൈത്താനെ കാണാൻ പോവാണ്, നേർച്ച കൊടുക്കാൻ പോവാണ്. ഞാൻ അന്ന് തന്നെ അതിനെതിരായി നന്നായി സംസാരിച്ചു. ഓ മനുഷ്യ, മതസൗഹാർദ്ദം വേണം, മതം തകർക്കരുത്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുസ്ലിമീങ്ങൾ ഹൈന്ദവ ആചാരം സ്വീകരിക്കലല്ല, ഹൈന്ദവരുടെ ദേവാലയത്തിൽ പോയി ആരാധന നടത്തലല്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ ആന്റണി ഖുതുബോധലല്ല, കരുണാകരൻ ഇമാമത്ത് നിൽക്കലല്ല, അല്ലെങ്കിൽ അച്യുതമേനോൻ ദിക്റും സലാത്തിനും നേതൃത്വം കൊടുക്കലല്ല. പിന്നെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഓരോ മതക്കാരനും അവനവന്റെ മതമനുസരിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം വൈരാഗ്യവും വിദ്വേഷവും വളർത്താതെ, സ്വാതന്ത്ര്യം ഹനിക്കാതെ, അതാ ഓരോരുത്തരും അവനവന്റെ മതപ്രകാരം ജീവിക്കാൻ അനുവദിക്കുക. പരസ്പരം മാനുഷികമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മനുഷ്യ സഹജമായ വിഷയങ്ങളിൽ സഹകരിക്കുക. അല്ലാതെ നമ്മളും അവരും അവരുടെ മതം കൈയൊഴിക്കലല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. അത് ഓരോ മതത്തെയും നശിപ്പിക്കലാണ്. ഒരിക്കലും തന്നെ മുസ്ലിമേ, നീ നിന്റെ മതം നശിപ്പിക്കുന്ന, നിന്റെ വിശ്വാസം നശിപ്പിക്കുന്ന ഒരേർപ്പാടിലും പെട്ടുപോകണ്ട.